10 മാസം നൊന്ത് പ്രസവിച്ച കുഞ്ഞാണ്. ആ കുഞ്ഞിനെ കാണാൻ അവൾ എന്തായാലും ഇവിടെ വരും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. മരിച്ചത് എൻ്റെ പെങ്ങളാണ്. അപ്പോൾ അവർക്ക് അതിനർഹമായിട്ടുള്ള ശിക്ഷ, ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ പെങ്ങളെ കാറിൽ കൊണ്ടുപോയി കൊന്ന് പെടലിക്ക് ഷാളിട്ട് മുറുക്കി വല്യൊരുപുഴ പാലത്തിൻ്റെ അവിടെ വെച്ച് കൊന്നിട്ട് സെപ്റ്റിക് ടാങ്കിൽ കൊണ്ട് ഇട്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞ് വരുന്നുണ്ട്. സത്യം അത് എത്രയൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും, ഏതൊക്കെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിച്ചാലും ഒരിക്കൽ മറ നീക്കി പുറത്ത് വന്നേ മതിയാകൂ. അങ്ങനെ ഒരു സത്യമാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിലെ മാന്നാറിൽ നിന്നും നമ്മൾ പുറത്തു വന്നത് കണ്ടത്. ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ് കല എന്ന പെൺകുട്ടിയെ ഭർത്താവായ അനിലും 3 സുഹൃത്തുക്കളും ചേർന്ന് കൊല ചെയ്യുന്നു. ശേഷം അനിൽ എന്ന ആ ഒരു ഭർത്താവിൻ്റെ എൻ്റെ ഈ പുറകിൽ കാണുന്ന വീട്ടിൻ്റെ മുറ്റത്തുള്ള സെപ്റ്റിക് ടാങ്കിൽ ഈ 4 പേരോട് ചേർന്ന് കുഴിച്ചു മൂടുന്നു. അതിനുശേഷം നീണ്ട ഈ ഒരു 15 വർഷം അവർ ഈ ഒരു രാജ്യത്തും അതുപോലെ തന്നെ ഈ ലോകത്തും അവർ ഒരു കൂസലുമില്ലാതെ വിലസി നടക്കുകയാണ്. പക്ഷേ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിരണമെന്ന ആ ഒരു കർമ്മം അനുഭവിച്ചേ മതിയാകൂ. ഇനിയിപ്പോൾ ആ അനുഭവത്തിൻ്റെ കാലഘട്ടമാണ്. എന്താണ് ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചതെന്നും ഇന്നലെ ഇവിടെ എന്തൊക്കെ നടന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു നാട്ടുകാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അവളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളൊരു വിശ്വാസമായിരുന്നു. ഇന്നലെ മാന്നാർ CA എന്നെ വിളിപ്പിച്ചുകൊണ്ട് ഒരു 11 മണിയായപ്പോൾ എന്നെ വിളിച്ച്, ഞാനൊരു ഓട്ടത്തിലായിരുന്നു. അപ്പം എന്നെ വിളിപ്പിച്ചു. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞവിടെ ഇരിക്കാൻ പറഞ്ഞു. നിന്നെ വിളിപ്പിച്ച എന്തിനാണെന്ന് നിനക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇങ്ങനൊരു ന്യൂസ് കേട്ടു, എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്നപ്പം ഇവർ 5 പേരും അവിടെ, ഈ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവർ 5 പേരും അവിടെ സ്റ്റേഷനിൽ ഇരിപ്പുണ്ട്. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ടാണ് എന്നെ വിളിപ്പിച്ചത്. എനിക്കറിയത്തില്ല, ഈ സ്റ്റേഷനിലുള്ളതല്ല, ഈ ആലപ്പുഴ ജില്ലയിലുള്ള ആളല്ല. പുള്ളിക്കാരനെ ഞാൻ അങ്ങോട്ട് വന്ന് കയറി ഉടനെ തന്നെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്ന് എന്നെ വിളിച്ചോണ്ട് മേളിൽ റൂമിലോട്ട് അങ്ങ് കൊണ്ടുവന്നേച്ച് എൻ്റെ കവളത്ത് ഇങ്ങനെ അടിച്ചേച്ച് പറഞ്ഞു, നിന്നെ ഞാനിപ്പോൾ ശരിയാക്കും, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആളിനെ കണ്ടെങ്കിലേ അറിയത്തുള്ളൂ. നിനക്ക് എത്ര രൂപ തന്നിട്ടുണ്ട് അവർ എന്നോട് ചോദിച്ചതാണ്. വീട് വെക്കാൻ, വണ്ടി എടുക്കാൻ നിനക്ക് പൈസ തന്നില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ തന്നിട്ടില്ല, എനിക്ക് ഒരു കാര്യങ്ങളും ഇതിനെപ്പറ്റി അറിയത്തുമില്ല. വണ്ടി എടുത്ത എൻ്റെ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. കാരണം ഞാൻ മുത്തൂറ്റ് ബാങ്കിൽ നിന്ന് SKC ലോൺ എടുത്താണ് വണ്ടി എടുത്തത്. നിനക്ക് വീട് വെക്കാൻ പൈസ തന്നില്ല, ലൈഫിൻ്റെ വീടായത്, ഈ 4 ലക്ഷം രൂപയുടെ വീടായത്. അത് കഴിഞ്ഞ് എൻ്റെ മൂത്ത മോൾക്ക് പഠനമുറി ഇടുകയാണ് 2 ലക്ഷം രൂപ. പിന്നെ ഞങ്ങൾ ലോൺ എടുത്താണ് ബാക്കിയെല്ലാം കൂടെ ഞങ്ങൾ ചെയ്തത്. അപ്പം അവരെന്നെ ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് പറയാനൊക്കത്തുള്ളൂ, അല്ലാതെ എനിക്ക് പറയാനൊക്കത്തില്ല. അപ്പം എന്നോട് പറഞ്ഞ അപ്പോഴത്തേന് CAO DSP രണ്ടോട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ താഴോട്ട് വിളിപ്പിച്ചു. ഉടനെ എന്നെ താഴോട്ട് ചെന്ന് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്ന് കഴിഞ്ഞ് പറഞ്ഞ് പിന്നെ അതിനെപ്പറ്റിയൊന്നും അവർ ചോദ്യങ്ങളൊന്നുമില്ല. കാരണം അവിടെ പോലീസുകാർ വരുന്നു പോകുന്നു, ഡോഗ് സ്ക്വാഡ് വരുന്നു പോകുന്നു, ഫോറൻസിക്കാർ വരുന്നു പോകുന്നു, പിന്നെ ഒരുപാട് DSPമാർ വരുന്നു പോകുന്നു, സർക്കിളർമാർ വരുന്നു പോകുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്, അവർ വരികയും പോവുകയെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചേച്ച് പറഞ്ഞ് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാനപ്പോൾ പുള്ളിയുടെ മുമ്പിൽ ചെന്ന്, പുള്ളിയപ്പോൾ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്തുവാ പേര്? ഞാൻ പറഞ്ഞു, എൻ്റെ പേര് അനിൽകുമാർ. കലയുടെ ആരാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു, കല എൻ്റെ സഹോദരിയാണ്, നിങ്ങളെന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? ഞാൻ പറഞ്ഞ്, കേസ് കൊടുക്കാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, വീട്ടിലെ ഗൃഹനാഥൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മകൻ അവിടെ സ്ഥാനമില്ല. ഞാൻ എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ കൊണ്ടുവന്ന് കേസ് കൊടുക്കണം. കാരണം നമ്മുടെ അച്ഛൻ്റെ മോളും എൻ്റെ പെങ്ങളുമാണ് ഇവിടുന്ന് മിസ്സിങ് ആയിട്ടുള്ളത്. അവളെവിടെ പോയാലും അവർ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുതരും എന്ന് പറഞ്ഞു കഴിഞ്ഞ് അപ്പം പുള്ളി എന്നോട് ചോദിച്ചു, വണ്ടി എവിടുന്നാണ് എടുത്തത്? ഞാൻ പറഞ്ഞു, ഇന്ന പോലെ ലോൺ എടുത്താണ് വണ്ടി എടുത്തത്. വണ്ടിയുടെ നമ്പർ ചോദിച്ചു, നമ്പർ പറഞ്ഞു കൊടുത്തു, വീട്ടിലെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു, എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ ഉടനെ പുള്ളി പറഞ്ഞു, നീ ഇവിടെ ഇരിക്കേ, അങ്ങോട്ട് ഇപ്പോൾ വരണ്ട, നിനക്ക് അപ്പോൾ എനിക്ക് ഈ പിസ്തുലയുടെ അസുഖം ഉള്ളതുകൊണ്ട്
അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞു സാറേ എനിക്കത് സമയം ഇരിക്കാനൊക്കത്തില്ല, എനിക്ക് നിൽക്കുകയേ എനിക്ക് പറ്റത്തുള്ളൂ. ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോളാം. അപ്പോൾ പുള്ളി അതിനിടയ്ക്ക് പറയുന്നുണ്ട് അവർക്ക് ഊണ് മേടിച്ചുകൊണ്ടൊന്ന് കൊടുക്കണം, മറ്റവർക്കും ഊണ് മേടിച്ചുകൊണ്ടൊന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവരെ സഹായിക്കുന്ന രീതിയിലുള്ള ചോദ്യം ചെയ്യത്തിലാണ് എന്നോട് ചോദിക്കുന്നത്. കാരണം അവരെ സഹായിക്കുന്ന രീതിയിൽ ആയതുകൊണ്ടാണ് അവരെന്നെ മേളിൽ കൊണ്ടുപോയി ഇങ്ങനെ അടിക്കുകയും എന്നെ എല്ലാം ചെയ്തത്. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെയും നമുക്കറിയത്തില്ലായിരുന്നു. അപ്പം ഈ എന്നെ എന്തുവാ എന്നോട് ഈ ചോദിച്ച നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എസ്റ്റിമേറ്റ് എടുക്കാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിരുന്നപ്പം അദ്ദേഹത്തിന് ഒരു കോള് വന്നു കഴിഞ്ഞ ഉടനെ പറഞ്ഞു അതെ ഇതുവരെ ഒന്നും ആയിട്ടില്ല, എന്തോ ഒന്നും അറിയത്തില്ല, വേറൊന്നും വന്നിട്ടില്ല, പിന്നെ ഒരു കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞ് വരുന്നുണ്ട്, അത് കലയെന്ന് പറയുന്ന ഒരു പെണ്ണിനെ അവർ ഒന്ന് സെപ്റ്റി ടാങ്കി ഇട്ടെന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഞാനിത് കേൾക്കുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു. നമ്മൾ അതുവരെ അത് വിശ്വസിക്കാത്ത ഒരു കാര്യമാണ്. എനിക്കവരെ സൈഡ് നിന്നിട്ടൊന്നുമല്ല, കാരണം മരിച്ചത് എൻ്റെ പെങ്ങളാണ്. അപ്പോൾ അവർക്ക് അതിനർഹമായിട്ടുള്ള ശിക്ഷ, ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് അതെനിക്ക് ചോറ് മേടിച്ചിട്ട് തരാം. ഞാൻ പറഞ്ഞു എനിക്ക് ചോറൊന്നും വേണ്ട. ഇത് കേട്ടപ്പം സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് ഞാൻ തകർന്നു പോയി. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു സാറേ എനിക്ക് എടാ ഞങ്ങളിപ്പം വരാം, നീ എന്നെ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് അധികം സമയം ഇരിക്കാനൊക്കത്തില്ല, ഇങ്ങനെയുള്ളൊരു അസുഖം ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും നിൽക്കുകയും ചെയ്യണം, അധികം സമയം വണ്ടിയിൽ ഇരിക്കാനൊക്കത്തില്ല. അതിനെന്താ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോളാം. അവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഒരു 3-3:30 ആയപ്പോൾ എന്നോട് പറഞ്ഞ് ഇനി വരാൻ പറഞ്ഞ് അവിടെ പിന്നെ സ്റ്റേഷനകത്തോട്ട് കയറി വരുന്നതിൻ്റെ അവിടെ കൊണ്ടുവന്നിരുത്തി കസാര ഇട്ടതെന്ന് അവിടെ ഇരുത്തി. അത് കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് കഴിഞ്ഞ ഉടനെ പറഞ്ഞു നീ അങ്ങോട്ട് മാറിയിരുന്നു, അവിടെ അപ്പോൾ ഫാനും ഒക്കെ ഉണ്ട്, നമുക്ക് സുഖത്തോട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു. ഒന്നും ഇപ്പോൾ നമ്മൾ അറിയുന്നില്ല. ഒരു 5:30 ആയപ്പോഴത്തേക്ക് SP വരുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പേ, അതിന് മുമ്പേ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ CAയും DSPയും പിന്നെ അമ്പലപ്പുഴ CAയും കൂടെ ഇരിക്കുന്ന റൂമിലോട്ട് എന്നെ വിളിപ്പിച്ചു ചോദിച്ചു അറിയാവില്ല പെങ്ങളിങ്ങനെ ഒരു പിന്നെ കൊല്ലപ്പെട്ടിരിക്കുകയാണ്, അപ്പോൾ അതിന് നിങ്ങളെന്താണ് കേസ് കൊടുക്കാനുണ്ടൊക്കെ. അപ്പം ഞാനിപ്പം പറഞ്ഞു സാറേ ഞാനല്ല ഇതിന് ചെയ്യേണ്ടത്. അച്ഛൻ പറഞ്ഞത് എടാ അവൾ പ്രസവിച്ച കുഞ്ഞിനെയും ആ വീടിനെയും നമ്മളെയും ഉപേക്ഷിച്ച് ഈ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരും ഉപേക്ഷിച്ച് പോയ ഒരു പെണ്ണിനെ നമ്മളിനി അന്വേഷിക്കേണ്ട, നമ്മളതിൻ്റെ പുറകിന് പോകണ്ട. ഇതാണ് സത്യത്തിൽ നടന്ന സംഭവം. അന്ന് തൊട്ട് ഇന്ന് വരെയും ഉള്ള മാധ്യമങ്ങളോട് ഞാൻ പറയുന്ന കാര്യം ഇതാണ്. ഞങ്ങളാരും അതിന് കംപ്ലയിൻറ്റ് ചെയ്തില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഇന്നലെ വൈകിട്ട് ഞാൻ അറിഞ്ഞത്, ഇന്നലെ വൈകിട്ട് എല്ലാ സ്റ്റേഷനിൽ വെച്ചാണ് ഞാൻ അറിയുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതുപോലെ പറഞ്ഞതാണ് ഞാൻ അറിയുന്നത്. അത് നിൻ്റെ അച്ഛൻ കേസ് കൊടുക്കാൻ പോയതല്ലേ, പഞ്ചായത്ത് മെമ്പറിൻ്റെ കയ്യിൽ, അന്നത്തെ പഞ്ചായത്ത് മെമ്പറിൻ്റെ കയ്യിൽ കൊടുക്കാൻ പോയതാണ്. അത് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ലയോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തുമില്ല എന്ന് പറഞ്ഞു. പിന്നെ അവരുടെ വീട്ടുകാർ കേസ് കൊടുത്തെന്ന് പറഞ്ഞ് അതും നമുക്കറിയത്തില്ല, കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അവർ സന്തോഷമായിട്ടുള്ള ജീവിതമായിരുന്നു. അവർ ഒരിക്കലും ഒരു വഴക്കുണ്ടാക്കുന്നത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. പിന്നെ അവരുടെ വീട്ടിൽ അവിടെ അമ്മായിയമ്മയ്ക്കൊക്കെ ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും, പക്ഷേ അവരൊന്നും ആരും എന്നെ കാണുന്നിടത്തൊക്കെ അവർക്ക് വലിയ കാര്യമാണ്. എന്നെ എൻ്റെ മക്കളെയും ഭാര്യയൊക്കെ കാണുന്നിടത്ത് വലിയ കാര്യം തന്നെ, ഇപ്പോഴും അതുപോലെ തന്നെ. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നൊന്നും അറിയില്ല. പിന്നെ ഞാനീ പറഞ്ഞത് ഒരു 5:30 ആയപ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് ചായയും ഒരു ബന്നും കൊണ്ടെത്തുന്നു. അത് കഴിച്ച് കഴിഞ്ഞ് ഒരു 6-6:30 ആയപ്പോഴത്തേക്ക് ഇവിടുന്ന് പോലീസുകാരെല്ലാവരും അവിടെ വന്നു. അപ്പോൾ അതിന് മുമ്പ് SP വന്നു അവിടെ ഇരിക്കുമായിരുന്നു. SP അവിടെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ SP ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ വന്നു കഴിഞ്ഞപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു നീ അറിഞ്ഞോ? ഞാൻ പറഞ്ഞില്ല. നിൻ്റെ പെങ്ങളെ കാറിൽ കൊണ്ടുപോയി കൊന്ന് പെടലിക്ക് ഷാളിട്ട് മുറുക്കി വല്യൊരുപുഴ പാലത്തിൻ്റെ അവിടെ വെച്ച് കൊന്നിട്ട് സെപ്റ്റി ടാങ്കിൽ കൊണ്ട് ഇട്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനിതിൻ്റെ സൂക്ഷ്മവിവരം ഞാൻ അറിയുന്നത്. അപ്പോൾ അവിടുന്ന് എനിക്ക് എന്തോ പറയാൻ പറ്റും. കാരണം അതുവരെയും അവർ ആ സ്റ്റേഷനിൽ, അന്നേരം ഞാൻ പോരുന്നിടം വരെ അവർ ആ സ്റ്റേഷനിലുണ്ട്. കാരണം അപ്പോഴും അവരുടെ മുഖഭാവത്തിൽ നിന്നൊരു
കുറ്റം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് തോന്നാൻ പറ്റുന്നില്ല. കാരണം അവരുടെ സഹകരണം അതുപോലെയാണ്, നമ്മളും അതുപോലെയാണ് അവരോട് സഹകരിക്കുന്നത്. എന്നിട്ട് അവരിങ്ങനെ പറയുകയും ചെയ്തു. ഒരുപാട് സ്ഥലങ്ങളിൽ അവരല്ല, ഇവിടെ പല ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. അവളെ മണ്ണാർശാല വെച്ച് കണ്ടു, കോട്ടയത്ത് വെച്ച് കണ്ടു, ആലപ്പുഴ വെച്ച് കണ്ടു, എറണാകുളത്ത് വെച്ച് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, അവൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ദൈവമേ, അതൊരു മനസ്സിന് സമാധാനമുണ്ടല്ലോ, എന്നെങ്കിലും അവളിവിടെ വരും. കാരണം അവൾ 10 മാസം നൊന്ത് പ്രസവിച്ച കുഞ്ഞാണ്. ആ കുഞ്ഞിനെ കാണാൻ അവൾ എന്തായാലും ഇവിടെ വരും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഈ 6:30 കഴിഞ്ഞപ്പോൾ ഈ സാറ് പറയുമ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ അറിയുന്നത്. അവളെ കൊന്ന് സെപ്റ്റിക് ടാങ്കിലിട്ടുകയെന്ന് പറഞ്ഞു. ഇതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിലാണ്. അവരാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞ്, ചേട്ടാ കല വിളിച്ചത്. അപ്പം ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് അവളെ വിളിച്ചിട്ട് യാതൊരു കോണ്ടാക്റ്റ് ഇല്ല. അന്ന് വിളിച്ചപ്പം പറഞ്ഞിരുന്നത് ഞാൻ പാലക്കാടുണ്ട്, സൂരജ് എന്ന് പറയുന്നത് പാലക്കാടുണ്ടെന്ന് പറഞ്ഞെങ്കിലും നമുക്കത് വിശ്വസനീയമല്ല. സൂരജ് ഉണ്ടെന്ന് പറയുന്നത് അത് വിശ്വസനീയമല്ല. കാരണം ഇവർ ആ സമയത്ത് ഇവർ പറയിപ്പിച്ചതാണോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. കാരണം ഇവർ ഇത്രയും പേര് ഇപ്പോൾ ഇവർ പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊന്ന് കാറിൽ കൊണ്ടുവന്നിട്ടാണ് ഇവരെ എല്ലാവരും വിളിച്ചതെന്ന് പറയും. അപ്പോൾ കൊല്ലാൻ ഇവൻ മാത്രമേ ഉള്ളായിരുന്നോ, ഇവരെല്ലാവരും ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇവരെല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൾ ചിലപ്പോൾ ഭയന്ന് കാണും. അതുകൊണ്ട് ചിലപ്പോൾ ഫോൺ ഓഫ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ വിളിപ്പിച്ചിട്ട് ഫോൺ ഓഫ് ചെയ്തതായിരിക്കാം. ഞങ്ങൾ പാലക്കാടുണ്ട്, സൂരജ് എന്ന് പറയുന്ന ആളിനെ കൊണ്ട് എൻ്റെ കൂടെ പോയതാണെന്ന് പറയിപ്പിച്ചതായിരിക്കാം. ഇതിൻ്റെ സത്യാവസ്ഥയൊന്നും ഞാൻ ഈ പറയുന്നത് ഇതിൻ്റെ സത്യമാണോ ഉള്ളതാണോ എന്ന് നമുക്കറിയത്തില്ല, ഞാനീ പറഞ്ഞത്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അവിടെ മോൻ ഇന്നലെ പറഞ്ഞു, അമ്മ ജീവിച്ചിരിപ്പുണ്ട്, അമ്മ എപ്പോഴായാലും എന്നായാലും അവനെ തിരക്കി വരും എന്നവൻ പറയുന്നത്. അത് അവൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ആ കുഞ്ഞിന് +2 പഠിക്കുന്ന ഒരു കുഞ്ഞിന് അതല്ലാതെ അതിൽക്കുള്ള എന്തോ പറയാൻ പറ്റും. കാരണം അവൻ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് അവൻ്റെ അമ്മ വരുമെന്നുള്ളതാണ്. ഇനി ഒരിക്കലും വരത്തില്ല എന്നുള്ളത് അവൻ അറിയുന്നില്ല. ഇതൊക്കെ കറക്റ്റായിട്ട് മീഡിയയിൽ കൊടുക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അനുഭവിച്ച ദുഃഖം കാരണം എന്നാ അറിയാം. എന്നിട്ട് എൻ്റെ ഫോൺ മേടിച്ച് അവർ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. എൻ്റെ കുഞ്ഞ് ഇന്ന് ബാംഗ്ലൂരിന് പോകേണ്ടതാണ്. അതിനൊരു സാധനം മേടിക്കാൻ എനിക്ക് ഇന്നലെ പറ്റിയില്ല. എൻ്റെ വൈഫും കുഞ്ഞും എല്ലാവരും കൂടെ കണ്ട് ഇവർക്ക് എല്ലാവർക്കും അറിയാം, അയൽവക്കക്കാർക്ക് എല്ലാവർക്കും അറിയാം. അതിലൊരു 7-7:30 ആയപ്പോഴത്തേക്കാണ് എന്നെ അവർ വിട്ട് കഴിഞ്ഞാൽ അത് DSP പറഞ്ഞു, എന്തിനാ ഇയാളെ ഇവിടെ പിടിച്ച് നിർത്തിയേക്കുന്നത്? അയ്യോ, ഇയാളെ പറഞ്ഞു വിട്ടില്ല എന്ന് DSP ചോദിച്ചു. CA ആദ്യം വന്നിട്ട് പറഞ്ഞു, എന്തിനാ ഇദ്ദേഹത്തെ പിടിച്ചുവിടെ നിർത്തിയത്? അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തെങ്കിൽ നേരത്തെ പറഞ്ഞു വിടാൻ മേലായിരുന്നു, എന്തിനാ പിടിച്ചുവിടെ നിർത്തിയത്? മാന്നാർ CA പറഞ്ഞതാണ്. എനിക്കറിയേണ്ടത് ഈ കുറ്റം തെളിയണം. അവർക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അനുസരിച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടുകയും ചെയ്യണം.